വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ ഞാനൊരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി വന്ന മെറ്റീരിയൽ നമുക്ക് വേറൊരു ഫ്രോക്ക്, ഒരു വെസ്റ്റേൺ ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു എയർലൈൻ കട്ട് പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. 6 വയസ്സായ കുട്ടിക്കുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളുമാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഫാബ്രിക് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡാക്കി കൊടുക്കാം. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ എടുക്കുന്ന ലെങ്ത് ഫുൾ ലെങ്ത് 26 ലെങ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് 32 ഇഞ്ചസ് ലെങ്താണ്. അപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രാ ഫ്രിൽസ് താഴെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ലെങ്ത് മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട്. ഷോൾഡർ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആം ഹോൾ സെയിം തന്നെ 5.5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റ്സ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി, ഫസ്റ്റ് നമുക്കൊരു 1/2 ഇഞ്ചസ് ഒന്ന് വിട്ടിട്ട് വേണം നമ്മൾ താഴേക്ക് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ചെസ്റ്റ് വേണ്ടത് 8.5 ഇഞ്ചസാണ്. 1.5 ഇഞ്ചസ് അലവൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് അലവൻസോട് കൂടി 8.5 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് വിത്ത് 2 ഇഞ്ചസാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചസ്, അതുപോലെ ബാക്ക് നെക്ക് 2 ഇഞ്ചസ്. ബാക്കിൽ നമുക്ക് ചെറുതായിട്ട് ഹൂക്ക് വയ്ക്കാനും കൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം വരച്ചെടുക്കാം. ഇനി 1/2 ഇഞ്ചസ് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കാം. അതിനുശേഷം ആം ഹോൾ കർവ് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്ക് ലെങ്ത് 9 ഇഞ്ചസാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ വെച്ചിട്ടാണ് നമ്മൾ വെയ്സ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെസ്റ്റ് 8 ഇഞ്ചസാണ് എടുത്തെങ്കിൽ വെയ്സ്റ്റ് ലൈൻ 8.5 ഇഞ്ചസാണ് ചെസ്റ്റ് എടുത്തെങ്കിൽ വെയ്സ്റ്റ് 8 ആയിരിക്കും. അപ്പോൾ ആ വെയ്സ്റ്റ് 8 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി താഴേക്ക് ഇതുപോലെ നമുക്ക് കിട്ടുന്ന മാക്സിമം ഫ്ലെയറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അലവൻസോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്കിൽ ഒരു 1/4 ഇഞ്ച് അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പിൽ ഒരു 1/2 ഇഞ്ചസ് അലവൻസ് വേണം. അതുപോലെ ഈ ആം ഹോളിൻ്റെ പോർഷനിലും 1/2 ഇഞ്ചസ് അലവൻസ് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പോർഷൻസൊക്കെ നമ്മൾ അലവൻസ് കൂടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ബാക്കി വരുന്ന പോർഷനെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് ആം ഹോളും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2 പീസ് മാത്രം ഇതുപോലെ സെപ്പറേറ്റ് എടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബോട്ടം പോർഷനിൽ ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ 7 ഇഞ്ചസ് ലെങ്തിലുള്ള പീസസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ബോട്ടം പോർഷനിൽ ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ബാക്ക് പോർഷൻ ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഒരു 2.5 ഇഞ്ചസ് ഇതുപോലെ നമുക്ക് താഴേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് വെച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രോസ് പീസസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം, അതുപോലെ ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ക്രോസ് പീസ് വേണം. അപ്പോൾ 1/2 ഇഞ്ചസ് ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ടായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബൈൻഡിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ടിട്ട് മറിച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. അപ്പോൾ നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാദേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഫ്രിൽസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ഫ്രോക്കാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്രോക്ക് ആണോ അതെ ഈ ഒരു വെസ്റ്റേൺ ഫ്രോക്കാണോ ഇഷ്ടമായെന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ.